നിങ്ങളോടൊപ്പം പ്രവർത്തിക്കുന്ന നിങ്ങളുടെ ആത്മാർത്ഥതയുള്ള അധ്യാപകരോട് ഞങ്ങളുടെ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. YIP എന്ന പ്രോഗ്രാമിനെ കുറിച്ച് ചടയമംഗലം MGHSSലെ പ്രഥമ അധ്യാപിക മായ ടീച്ചർ പ്രതികരിക്കുന്നു. സ്കൂൾ കോളേജ് ഗവേഷണ തലത്തിലുള്ള 13 വയസ്സിനും 35 വയസ്സിനും ഇടയിൽ പ്രായമുള്ള കുട്ടികളുടെ നൂതന ആശയങ്ങളും വികസിപ്പിക്കാനും അവ പ്രാവർത്തികമാക്കാനുമുള്ള സാമ്പത്തിക സാങ്കേതിക സഹായങ്ങൾ നൽകുന്ന ഗവൺമെൻറ്റിൻ്റെ ഒരു പരിപാടിയാണ് YIP അല്ലെങ്കിൽ യങ് ഇന്നോവേറ്റേഴ്സ് പ്രോഗ്രാം എന്ന് പറയുന്നത്. അത് പൊതുവിദ്യാഭ്യാസ വകുപ്പും KEDSും കൂടെ ചേർന്നാണ് ആ പ്രോഗ്രാം നടത്തുന്നത്. അപ്പോൾ അതിലേക്കായി 2023 മുതൽ കേരള ബഡ്ജറ്റിൽ പ്രത്യേകമായി സാമ്പത്തിക സഹായം വെച്ചിട്ടുണ്ട്. ഓരോ കുട്ടികളും സംസ്ഥാന തലത്തിൽ വിജയിക്കുന്ന ഓരോ ടീമിനും 25,000 രൂപ മുതൽ ഫണ്ടിങ് നടത്തുന്ന ഒരു പ്രോഗ്രാമാണ് ഈ പ്രോഗ്രാം. അതിലേക്കായി നമ്മുടെ സ്കൂളിലെ YIP 6.0 എന്ന പരിപാടിയിൽ നമ്മുടെ സ്കൂളിലെ 2 ടീമുകൾക്ക് സംസ്ഥാന സെലക്ഷൻ ലഭിച്ചിരിക്കുന്നു. ആ 2 ടീമിലെ കുട്ടികളുടെ പേരൊന്ന് പരിചയപ്പെടുത്താം. അമിന, താഹിയ, സിദ്ധാർത്ഥ്, അഹമ്മദ്, ഫയാസ്. അവരുടെ പ്രോജക്റ്റിനാണ് സംസ്ഥാന തലത്തിൽ അംഗീകാരം കിട്ടിയത്. അതിൻ്റെ ട്രെയിനിങ്ങും ജില്ലാ തലത്തിലുള്ള ട്രെയിനിങ്ങും കഴിഞ്ഞു. 7.0 നമുക്ക് ഒരു ടീമിന് സെലക്ഷൻ കിട്ടിയിട്ടുണ്ട്. അവരുടെ ട്രെയിനിങ് ഒന്നും കഴിഞ്ഞിട്ടില്ല. ചടയമംഗലം MGHSSലെ ഇന്നോവേഷൻ പ്രോഗ്രാമിൽ പങ്കെടുത്ത കുട്ടികളാണ് സാക്ഷി ടീമിൽ ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. നമുക്കവരെ പരിചയപ്പെടാം. ഓരോരുത്തരുടെ പേരെന്ന് പറഞ്ഞേ. ഫയാസ്, സിദ്ധാർത്ഥ്, അഹമ്മദ്, അഹിയ, ആമിന. അപ്പോൾ നമുക്കുള്ള പേഷ്യർക്ക് വേണ്ടി നിങ്ങൾ ഈ പ്രോഗ്രാമിൽ അനുഭവിച്ച നല്ല കാര്യങ്ങളെ കുറിച്ച് ഇത് പങ്കുവയ്ക്കാം. അത് ഇവിടുന്ന് തന്നെ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരുമാണ് ഒരു ഗ്രൂപ്പായിട്ടുള്ളത്. ഞങ്ങൾ YIP 6.0 പങ്കെടുത്ത വ്യക്തികളാണ്. അവിടെ ക്യാമ്പ് ഉണ്ടായിരുന്നു. കൊല്ലത്ത് വെച്ചായിരുന്നു YIPയുടെ ജില്ലാതല ക്യാമ്പ്. BRC ലെവൽ ക്യാമ്പ് ഞങ്ങൾ അറ്റൻഡ് ചെയ്തിരുന്നു. ആ ക്യാമ്പിൽ നിന്ന് നമുക്ക് ഒരുപാട് ഗുണകരമായിട്ടുള്ള അറിവുകൾ ലഭിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ഇൻവെൻഷനും ഇന്നോവേഷനും തമ്മിലുള്ള വ്യത്യാസം, ഞങ്ങൾ ചെയ്യുന്ന ഇന്നോവേഷനാണോ ഇൻവെൻഷനാണോ എന്നൊക്കെ മനസ്സിലാക്കി തന്ന് ഭാവിയിലേക്ക് നമ്മുടെ നല്ല കണ്ടുപിടുത്തങ്ങളും നമ്മുടെ സമൂഹത്തിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ മുന്നോട്ട് വയ്ക്കാൻ നമ്മെ പ്രാപ്തരാക്കിയാണ് ഈ ക്യാമ്പ് ചെയ്തത്. ഞങ്ങൾ റിസർച്ച് ടൈപ്പ് ആയിട്ടുള്ള പ്രോജക്റ്റാണ്. ഞങ്ങൾ പഠനം നടത്തിയത് ശംഖുപുഷ്പം എന്ന് പറയുന്ന പൂവിലാണ്. ഈ ശംഖുപുഷ്പം എന്ന പൂവിനെ കുറിച്ച് ഞങ്ങൾ പഠനം ആരംഭിച്ചത് തിരുവനന്തപുരം വിമൻസ് കോളേജിലെ ലാബിൽ നിന്നാണ്. ഞങ്ങളൊരു ആദ്യത്തെ ചവിട്ടുപടി എന്നോണം അവിടെ നിന്നാണ് ഞങ്ങൾ പഠനം തുടങ്ങിയത്. അതുപോലെ തന്നെ ഞങ്ങൾ ഇതിനെ ഞങ്ങൾ ഈ ഒരു പ്രൊജക്റ്റിലേക്ക് എത്താൻ ഞങ്ങൾ ഒരുപാട് പേര് സഹായിച്ചു. അതിൽ പ്രധാനപ്പെട്ടത് ഇവിടെ മുമ്പ് പഠിപ്പിച്ചിരുന്ന ബയോളജി അധ്യാപിക എന്ന ഹരിജ ടീച്ചറാണ്. അതുപോലെ തന്നെ ഇപ്പോൾ രഞ്ജിത ടീച്ചറും ജിഷ ടീച്ചറൊക്കെ ഞങ്ങളെ ഈ ഒരു പ്രൊജക്ടിന്റെ കൂടെ വളരെ സപ്പോർട്ടീവായിട്ട് നിൽക്കുന്നുണ്ട്. ഒരു ക്യാമ്പ്, അതായത് വുമൻസ് കോളേജ് തിരുവനന്തപുരത്തെ ലാബ് ഞങ്ങൾക്ക് കിട്ടുക എന്ന് പറയുന്നത് വിദ്യാർത്ഥികൾ എന്ന നിലയിൽ നമുക്കൊരു വലിയ ഹൈ ലെവലായിട്ട് നിൽക്കുന്ന കാര്യമാണ്. ഇത് ഞങ്ങൾക്ക് പോസിബിൾ ആക്കി തന്നു. ഞങ്ങളുടെ ആഗ്രഹം ഞങ്ങൾ ടീച്ചറോട് പ്രകടിപ്പിച്ചപ്പോൾ ടീച്ചർ അത്രയും എഫേർട്ട്, ഞങ്ങളുടെ മെന്ററായ ഹരിജ ടീച്ചർ അത്രയും എഫേർട്ട് എടുത്തിട്ടാണ് അത് ഞങ്ങളെ സഹായിച്ചത്. അപ്പോൾ ഈ പ്രോജക്റ്റ് ഇത്രയും ലെവലിൽ ഇപ്പോൾ ഡിസ്റ്റേറ്റിലേക്ക് സെലക്ട് ആയിട്ടുണ്ടെങ്കിൽ അതിന് വലിയ ഒരു മുഖ്യ ഘടകം ഹരിജ ടീച്ചർ തന്നെയാണ്. തീർച്ചയായിട്ടും ഹരിജ ടീച്ചറാണ്. ക്യാമ്പിൽ അനുഭവങ്ങൾ ഞങ്ങൾ ഇനി മുന്നോട്ട് വയ്ക്കുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് നമ്മുടെ ഇത് ഐഡിയ അവിടെ പറഞ്ഞിട്ടില്ല, പക്ഷെ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തേണ്ടതെന്ന് ഞങ്ങൾക്ക് അവിടെ ക്യാമ്പിൽ പറഞ്ഞു തന്നു. വലിയ നല്ല പൊസിഷനിലിരിക്കുന്ന സാറുമാരോട്ട് സംസാരിച്ച് നമ്മുടെ ഐഡിയ കുറച്ചുകൂടി മെച്ചപ്പെടുത്തിയെടുക്കാൻ ഈ ക്യാമ്പിലൂടെ തീർച്ചയായിട്ടും സാധിച്ചിട്ടുണ്ട്. എൻ്റെ പേര് സിദ്ധാർത്ഥ്. ഞാൻ മഹാത്മാഗാന്ധി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിയാണ്. ഞങ്ങൾ ആദ്യമായിട്ട് 9ാം ക്ലാസ്സിലാണ് ഈ ഐഡിയ മുന്നോട്ട് വയ്ക്കുന്നത്. അപ്പോൾ അന്ന് തന്നെ ഹരിജ ടീച്ചറിൻ്റെയും മറ്റ് ഈ സ്കൂളിലെ പല അധ്യാപകരുടെയും സഹായത്തോടു കൂടി ഞങ്ങൾ YIPയിൽ അപ്ലൈ ചെയ്തിരുന്നു. അതിന് ഞങ്ങൾക്ക് ഐഡിയക്ക് കിട്ടുകയും ചെയ്തു. പിന്നെ അത് കഴിഞ്ഞുള്ള ഓരോ ക്യാമ്പും അതേപോലെയുള്ള കാര്യങ്ങളെല്ലാം ഓരോ ക്ലാസ്സുകളും എല്ലാം വഴി ആദ്യം ഉണ്ടായിരുന്ന ഐഡിയക്കാളി ഒരുപാട് മെച്ചപ്പെടുത്താൻ കഴിഞ്ഞു. ആദ്യം ഉണ്ടായിരുന്ന ചെറിയൊരു ഐഡിയ ആയിരുന്നു. അതിൽ നിന്ന് ഒരുപാട് ഇന്നോവേഷൻസ് നടത്തി കുറേ മാറ്റങ്ങൾ നമ്മൾ അതിൻ്റെ അകത്ത് ഉണ്ടാക്കി. അതിനുശേഷമാണ് നമ്മൾ ഈ ഐഡിയയിലേക്ക് എത്തിച്ചേർന്നത്.
ഏകദേശം 2ഓളം ക്യാമ്പുകൾ ഞങ്ങൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലൂടെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കിട്ടി. ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനും അതിനെക്കുറിച്ച് കൂടുതൽ ഇതാക്കാനും നമ്മളെ ഐഡിയയിലുണ്ടായിരുന്ന തെറ്റുകളും എല്ലാം തിരുത്തി കുറച്ചുകൂടി നല്ലൊരു ബെറ്റർ ഐഡിയ ചെയ്യാനായിട്ടും നമുക്ക് സാധിച്ചു. നമ്മളെ ഐഡിയ ഹൈഡ്രോപോണിക്സിൽ സാധാരണ നമുക്ക് ഫ്ലാറ്റിൽ അതേപോലുള്ള കാര്യങ്ങളിലൊക്കെ നമുക്ക് കൃഷി ചെയ്യാനായിട്ട് വളരെ പാടാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ സൺലൈറ്റിൻ്റെ അവൈലബിലിറ്റി കുറവാണ്, സൂര്യപ്രകാശം എല്ലായിടത്തും കിട്ടണമെന്നില്ല. അപ്പോൾ നമ്മൾ അതിനുവേണ്ടി ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് ഉണ്ട്, അതിൻ്റെ അകത്ത് വരുത്തിയ ചെറിയ ഇന്നോവേഷനാണ് നമ്മുടെ ഐഡിയ. അത് നമുക്ക് ഹൈഡ്രോപോണിക്സിനാണ് നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. നമുക്ക് മറ്റ് കാര്യങ്ങൾക്കും അത് ഉപയോഗിക്കാം. അപ്പോൾ ഇങ്ങനൊരു ഐഡിയ ഞങ്ങൾ കൊണ്ടുവന്ന ടൈമിൽ ഞങ്ങൾക്ക് ഒരുപാട് ഡൗട്ട്സും അതുപോലെ തന്നെ കുറേ നമുക്ക് അറിയാത്ത കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതിൻ്റെ ആ കാര്യങ്ങളെ പറ്റി ടീച്ചർമാരോട് സംസാരിക്കുക. അതുപോലെ തന്നെ ഞങ്ങൾ കർഷകരുടെ അവസ്ഥ എന്താണെന്ന് അറിയാനായിട്ട് ഞങ്ങൾ ഒരു ഓൺലൈൻ സർവേ നടത്തിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് ഞങ്ങൾ ഒഫീഷ്യൽസിനെ ചെന്ന് മീറ്റ് ചെയ്തു, അവരുടെ സർവേ നടത്തി, അവരുടെ കുറച്ച് കോൺവെർസേഷൻ അങ്ങനത്തെ കാര്യങ്ങൾ നടത്തിയപ്പോഴും ഞങ്ങൾക്ക് ഈ ഐഡിയ എങ്ങനെ നമുക്ക് കുറച്ചുകൂടെ മെച്ചപ്പെടുത്താം എന്നൊരു ഐഡിയ നമുക്ക് അതിൽ നിന്ന് രൂപപ്പെടുത്താൻ കഴിഞ്ഞു. അപ്പോൾ ഈ ഫീൽഡിൽ നമുക്ക് അനേകം കോമ്പറ്റീറ്റേഴ്സ് ഉണ്ട്. എന്നാൽ ഞങ്ങളെ ഈ ഐഡിയ ലോ കോസ്റ്റാണ് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യമായിട്ട് നൽകുന്നത്. അതുപോലെ തന്നെ ഇങ്ങനൊരു ഐഡിയ ഉപയോഗിക്കുന്നത് കർഷകർക്ക് വളരെയധികം ആശ്വാസകരമായ ഒന്ന് തന്നെയാണ്. അതായത് കൂടുതൽ ഈൽഡ് ഉണ്ടാകുന്നു, അതുപോലെ തന്നെ പ്ലാന്റ് ഗ്രോത്ത് വർദ്ധിക്കുന്നു. ഇങ്ങനെയുള്ള മെച്ചപ്പെട്ട കുറേ ഫെസിലിറ്റീസ് ഞങ്ങളുടെ ഐഡിയ വഴി ഞങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇത് നമ്മൾ കർഷകർക്ക് നൽകുന്നതിലൂടെ ഹൈ ഈൽഡും ഹൈ എഫിഷ്യൻസിയും പിന്നെ ഇത് ഉപയോഗിക്കുന്നതിലൂടെ ഈ ഇലക്ട്രിക് കറണ്ടിൻ്റെ ലോസും ഒന്നും സംഭവിക്കില്ല. അതുകൊണ്ട് കർഷകർക്ക് മികച്ചും നല്ലതായിട്ടാണ് ഇത് വരുന്നത്. പിന്നെ നമുക്ക് ഈ പ്രവർത്തനത്തിന് വേണ്ടി നമ്മളോട് നിന്ന മുൻ അധ്യാപിക ഹരിത ടീച്ചറിനും ജിഷ ടീച്ചറിനും രഞ്ജി ടീച്ചറിനും അനസ് സാറിനും വളരെ നന്ദിയുണ്ട്. പിന്നെ ഇത് നമ്മൾ ഉപയോഗിക്കുന്നതിലൂടെ കർഷകർക്ക് ഒരു പുതിയ സിസ്റ്റത്തിലൂടെ കൂടുതൽ ഈൽഡ് ഉണ്ടാക്കാൻ സഹായിക്കുന്നു. നിങ്ങൾക്ക് 5 പേർക്കും സാക്ഷി ടിവിയുടെ അഭിനന്ദനങ്ങൾ ഈ സമയം ഞങ്ങൾ അറിയിക്കുകയാണ്. ഇനിയും ഒത്തിരി നല്ല പ്രോജക്റ്റുകളുമായി നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് ഈശ്വരൻ്റെ എല്ലാവിധ സഹായങ്ങളും ഉണ്ടാകട്ടെ. അപ്പോൾ നിങ്ങളെ ഈ ഇത്രയധികം നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി നിങ്ങളോടൊപ്പം പ്രവർത്തിക്കുന്ന നിങ്ങളുടെ ആത്മാർത്ഥതയുള്ള അധ്യാപകരോട് ഞങ്ങളുടെ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു. YIP എന്ന പ്രോഗ്രാമിനെ കുറിച്ച് അതിൻ്റെ കോർഡിനേറ്റർ രജിത ടീച്ചർ സാക്ഷി ടിവിയോട് പ്രതികരിക്കുന്നു. YIPയുടെ കോർഡിനേറ്ററാണ്. 2 വർഷക്കാലമായി കോർഡിനേറ്ററായിട്ട് പ്രവർത്തിക്കുന്നു. കുട്ടികൾ കൊണ്ടുവരുന്ന എന്ത് ഐഡിയയിലും നമ്മൾ മാക്സിമം YIPയിൽ എൻട്രി ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. അതിനെന്തെങ്കിലും മോഡിഫിക്കേഷനൊക്കെ വരുത്താൻ മാക്സിമം കഴിയുന്നത്ര ശ്രദ്ധിക്കുന്നുണ്ട്. കുട്ടികൾ സ്റ്റേറ്റ് ലെവലിലേക്ക് മത്സരിക്കാൻ പോവുകയാണ്. അപ്പം അവരെ മെൻറ്ററായിട്ട് നിയോഗിച്ചിരുന്ന അന്ന് ഇവിടെ ഉണ്ടായിരുന്ന ഹരിത ടീച്ചറായിരുന്നു. ഹരിത ടീച്ചറും അതേപോലെ തന്നെ കൗൺസിലറായ ജിഷ ടീച്ചറിനും അതിന് നല്ലൊരു പങ്കുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ എഫേർട്ടിൻ്റെ ഫലമായിട്ടാണ് അവർക്ക് ഇന്ന് ഈ ലെവലിൽ നിൽക്കാൻ മാക്സിമം കഴിഞ്ഞത്. അപ്പോൾ ഇനിയുള്ള അവരുടെ മുന്നോട്ടുള്ള പ്രയാണത്തിലും എല്ലാവിധ ആശംസകളും ഞങ്ങളുടെ ഭാഗത്തുനിന്നും എല്ലാവരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നു. ജിഷ ടീച്ചർക്ക് എന്തോ പറയാനുണ്ടെന്ന് തോന്നുന്നു. എന്താണ് സാക്ഷി ടിവിയുടെ പ്രേക്ഷകരോട് ടീച്ചർക്ക് പറയാനുള്ളത്? വളരെ സന്തോഷം, അതേപോലെ തന്നെ വളരെ അഭിമാനമുണ്ട് നമ്മുടെ സ്കൂളിലെ കുട്ടികൾ ഇത്രയും ഒരു ഉയർന്ന ലെവലിലേക്ക് അവർ എത്തിച്ചേർന്നതിൽ. ഇതിനകത്ത് ഒരു ടീമുകൾ 2 വർഷമായിട്ട് സ്റ്റേറ്റ് ലെവല് സയൻസ് പ്രോജക്റ്റ് വിഭാഗത്തിൽ വിന്നേഴ്സാണ്. അപ്പോൾ ആ ഒരു ചുവട് വെച്ചുകൊണ്ടാണ് അവർ ഈ ഒരു YIP പ്രോജക്റ്റിലേക്ക് വന്നത്. അതുപോലെ തന്നെ സ്വന്തമായ ഐഡിയ ഡെവലപ്പ് ചെയ്ത നമ്മുടെ ബോയ്സ് ടീമും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അവരുടെ ആ ഒരു കഴിവിനെ അത്രമാത്രം ഉയർത്തിക്കൊണ്ട് വരാനുള്ളൊരു സാധ്യത അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു അവസരം നമുക്ക് ഈ YIPയിലൂടെ കിട്ടിയിട്ടുണ്ട്. അതിൽ വളരെ സന്തോഷം. അപ്പോൾ ഈ സന്തോഷത്തിൽ ഈ കുട്ടികളുടെ പ്രോജക്റ്റിൻ്റെ കൂട്ടത്തിൽ എല്ലാ നല്ലവരായ ആളുകളുടെയും സഹകരണവും അതേപോലെ തന്നെ ആ കുട്ടികൾക്ക് വേണ്ട സഹായ സഹകരണങ്ങൾ നൽകണമെന്നും ഞങ്ങൾ ഈ ഒരു സമയത്ത് താല്പര്യപ്പെടുവാണ്.